ഹലോ, സ്മിത വ്ളോഗ് സ്റ്റാറിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കിന്ന് നെത്തോലി കൊണ്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ്. അതിനായിട്ട് നെത്തോലി വൃത്തിയാക്കി അരപ്പൊക്കെ പുരട്ടി വെച്ചതാണ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചതച്ച മുളകും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയ സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും വേണം. അത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാവണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് അത് ബ്രൗൺ കളറാക്കി എടുക്കണം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം. ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെത്തോലിയിൽ മസാലയെല്ലാം പുരട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് അല്പം മസാല ഇട്ടാൽ മതി. അങ്ങനെ ഉള്ളിയെല്ലാം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കോരി മാറ്റാം. എല്ലാ ഉള്ളിയും എണ്ണയിൽ നമുക്ക് കോരി മാറ്റണം. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെയാണ് നെത്തോലി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എല്ലാം നമുക്ക് കോരി മാറ്റാം. അങ്ങനെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെത്തോലി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, എല്ലാം നല്ല എണ്ണ തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. ചെറിയ തീയിൽ ഇരുന്ന് വേകണം. അടച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. അവിടെ എല്ലാം നമുക്ക് അടുപ്പിൻ്റെ അവിടെ എല്ലാം ഇത് എണ്ണ എല്ലാം തെറിച്ച് വൃത്തികേടാകും. അതുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന ആ ഉള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അതെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും വരത്തക്ക വിധം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അങ്ങനെ വീണ്ടും നമുക്കിതിനെ അടച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഫുള്ളായിട്ട് അടയ്ക്കണ്ട. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നെത്തോലി ഫ്രൈ റെഡിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.